എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബിഫോർ വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ബിഫോർ ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. ഞാൻ അവനെ മുമ്പ് കണ്ടിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് സീൻ ഹിം ബിഫോർ. ഞാൻ അവനെ മുമ്പ് കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ഹിം ബിഫോർ. ഞാൻ അവനെ മുമ്പ് കണ്ടിട്ടുണ്ട്. അവളെ മുമ്പ് കണ്ടിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് സീൻ ഹെർ ബിഫോർ. ഞാൻ അവളെ മുമ്പ് കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ഹെർ ബിഫോർ. ഞാൻ അവളെ മുമ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ അവരെ മുമ്പ് കണ്ടിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് സീൻ ദം ബിഫോർ. ഞാൻ അവരെ മുമ്പ് കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ദം ബിഫോർ. ഞാൻ അവരെ മുമ്പ് കണ്ടിട്ടുണ്ട്. മുമ്പ് വന്നിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് ബീൻ ഹിയർ ബിഫോർ. ഞാൻ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ഹിയർ ബിഫോർ. ഞാൻ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട്. ഹിയർ പറഞ്ഞാൽ ഇവിടെ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബിഫോർ പറഞ്ഞാൽ മുമ്പ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഉണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് ബീൻ ദർ ബിഫോർ. ഞാൻ അവിടെ മുമ്പ് പോയിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ദർ ബിഫോർ. ഞാൻ അവിടെ മുമ്പ് പോയിട്ടുണ്ട്. മുമ്പ് കണ്ടിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് സീൻ ഇറ്റ് ബിഫോർ. ഞാനത് മുമ്പ് കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ഇറ്റ് ബിഫോർ. ഞാനത് മുമ്പ് കണ്ടിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് ഈറ്റൺ ഇറ്റ് ബിഫോർ. ഞാനത് മുമ്പ് കഴിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഈറ്റൺ ഇറ്റ് ബിഫോർ. ഞാനത് മുമ്പ് കഴിച്ചിട്ടുണ്ട്. കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് വാണ്ടഡ് ടു ഈറ്റ് ദാറ്റ് ബിഫോർ. ഞാനത് മുമ്പ് കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഐ ഹാവ് വാണ്ടഡ് ടു ഈറ്റ് ദാറ്റ് ബിഫോർ. ഞാനത് മുമ്പ് കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. വാണ്ടഡ് പറഞ്ഞാൽ ആഗ്രഹം എന്നല്ല. വാണ്ടഡ് പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ടുണ്ട്. മുമ്പ് അവിടേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് വാണ്ടഡ് ടു ഗോ ദർ ബിഫോർ. ഞാൻ മുമ്പ് അവിടേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഐ ഹാവ് വാണ്ടഡ് ടു ഗോ ദർ ബിഫോർ. ഞാൻ മുമ്പ് അവിടേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് വാണ്ടഡ് ടു ബി എ ടീച്ചർ ബിഫോർ. ഞാൻ മുമ്പ് ഒരു ടീച്ചറാവാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഐ ഹാവ് വാണ്ടഡ് ടു ബി എ ടീച്ചർ ബിഫോർ. ഞാനൊരു ടീച്ചറാവാൻ മുമ്പ് ആഗ്രഹിച്ചിട്ടുണ്ട്. ടീച്ചറാവാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് വാണ്ടഡ് ടു ബി എ ടീച്ചർ ബിഫോർ. ഞാൻ മുമ്പ് ടീച്ചറാവാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഐ ഹാവ് വാണ്ടഡ് ടു ബി എ ടീച്ചർ ബിഫോർ. ഞാൻ മുമ്പ് ഒരു ടീച്ചറാവാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. മുമ്പ് ഡൽഹിക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് വാണ്ടഡ് ടു ഗോ ടു ഡൽഹി ബിഫോർ. ഞാൻ മുമ്പ് ഡൽഹിക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഐ ഹാവ് വാണ്ടഡ് ടു ഗോ ടു ഡൽഹി ബിഫോർ. ഞാൻ മുമ്പ് ഡൽഹിക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. വയനാട് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് വാണ്ടഡ് ടു വിസിറ്റ് വയനാട് ബിഫോർ. ഞാൻ മുമ്പ് വയനാട് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഐ ഹാവ് വാണ്ടഡ് ടു വിസിറ്റ് വയനാട് ബിഫോർ. ഞാൻ മുമ്പ് വയനാട് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. മുമ്പ് നീന്താൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് വാണ്ടഡ് ടു സ്വിം ബിഫോർ. ഞാൻ മുമ്പ് നീന്താൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഐ ഹാവ് വാണ്ടഡ് ടു സ്വിം ബിഫോർ. ഞാൻ മുമ്പ് നീന്താൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നീന്താൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് വാണ്ടഡ് ടു സ്വിം ബിഫോർ. ഞാൻ മുമ്പ് നീന്താൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഐ ഹാവ് വാണ്ടഡ് ടു സ്വിം ബിഫോർ. ഞാൻ മുമ്പ് നീന്താൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സിനിമ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് വാണ്ടഡ് ടു സീ ദ മൂവി ബിഫോർ. ഞാൻ മുമ്പ് സിനിമ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഐ ഹാവ് വാണ്ടഡ് ടു സീ ദ മൂവി ബിഫോർ. ഞാൻ മുമ്പ് സിനിമ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് സെഡ് ഇറ്റ് ബിഫോർ. ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് സെഡ് ഇറ്റ് ബിഫോർ. ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് ഡൺ ഇറ്റ് ബിഫോർ. ഞാനത് മുമ്പ്
ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ഡൺ ഇറ്റ് ബിഫോർ, ഞാനത് മുമ്പ് ചെയ്തിട്ടുണ്ട്. അനുഭവിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയാം. ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് ബിഫോർ, ഞാനത് മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്. ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് ബിഫോർ, ഞാനത് മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്. മുമ്പ് അനുഭവിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയാം. ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് ബിഫോർ, ഞാനത് മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്. ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് ബിഫോർ, ഞാനത് മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് പറഞ്ഞാൽ പരിചയം, മുന്നേ പരിചയമുള്ളതിനാണ് എക്സ്പീരിയൻസ് പറയാം കേട്ടോ. ഞാൻ മുമ്പ് അത് ധരിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയാം. ഐ ഹാവ് വോൺ ഇറ്റ് ബിഫോർ, ഞാനത് മുമ്പ് ധരിച്ചിട്ടുണ്ട്. ഐ ഹാവ് വോൺ ഇറ്റ് ബിഫോർ, ഞാനത് മുമ്പ് ധരിച്ചിട്ടുണ്ട്. പറയുന്ന പോലെ പറയുകയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി എപ്പിസോഡ് വേണം. വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.